ബസ് സർവീസുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ലിങ്ക് റോഡിലേക്ക് മാറ്റിയതിലും ദേശീയപാത ദുരന്തപാതയാക്കി മാറ്റിയതിലും പ്രതിഷേധിച്ച് വ്യാപാരികളുടെ നേതൃത്വത്തിൽ വടകര RD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് KM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ ലിങ്ക് റോഡിലേക്ക് മാറ്റിയത്. RD office march zindabad. Deshiyapada durandabada. ദേശീയപാത ദുരന്തപാത കോട്ടപ്പറമ്പിനെ ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കും അധികാരികളെ നിങ്ങൾക്കെതിരായിരുന്നു വ്യാപാരികളുടെ പ്രതിഷേധവും ഞാനിവിടെ ഒരു RTO മീറ്റിംഗ് നടന്നു. RTO മീറ്റിംഗില് ഈ ബസ് സ്റ്റാൻഡ് മാറ്റം ഒരു അജണ്ടയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങള് ഈ ദുരന്തപാത ഉണ്ട്, ദേശീയപാത, അതിൻ്റെ കഴിഞ്ഞ 6 കൊല്ലമായി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം വേണമെന്നുള്ള നിലക്ക് വിളിച്ചു ചേർത്തതാ. കളക്ടർ ഉണ്ടായിരുന്നു, RTO ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു, DYSP അടക്കമുള്ള എല്ലാ കേഡറുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, വ്യാപാരി പ്രതിനിധി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലില്ലാത്തൊരു അജണ്ട ഒരു ഇംപ്ലിമെന്റ് ചെയ്യുകയും അവസാനം ഞങ്ങളോടൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ഇറങ്ങിപ്പുറത്ത് നിൽക്ക്, ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി. അതിൽ ബസ് ഓണേഴ്സിന്റെ ആളുകൾ ബസ്സിന്റെ പ്രയാസങ്ങളെ പറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. ഉടനെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർമാന്, വ്യാപാരി പ്രതിനിധികൾക്ക്, ഞാന്, വിനോദന് പോലുള്ള ആളുകൾ അത് 6 കൊല്ലത്തെ പരാജയപ്പെട്ടു പോയ പരീക്ഷണമാണെന്ന് അവിടെ ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്ക് പുറത്തിറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വിളിക്കുന്നത് ചാനലുകാരാണ്. ഒരു തീരുമാനം വന്നിട്ടുണ്ട്, എന്താ ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ടേക്ക്, പിന്നെ ബസ്സുകൾ ഇങ്ങോട്ടേക്ക് മാറ്റി. ആർക്ക് വേണ്ടിയാ ഇത്? ആരാ ഇതിൽ കളിച്ചത്? ആർക്ക് വേണ്ടിയാണ് ഈ ദുരന്തം വീണ്ടും ഉണ്ടാക്കിയത്? നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തം. ഒന്ന്, ഒരു ബസ് ഷെൽട്ടർ അവിടെ ഉള്ളത്. വടകരയിലെ പ്രധാനപ്പെട്ട 4-5 ഇടങ്ങളിലേക്ക് 100ഓളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ അത് അശാസ്ത്രീയമാണ്, പരാജയപ്പെട്ടതാണ്. ഒരു ബാത്റൂം പോലും ഇല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ആർക്ക് വേണ്ടിയാണ്? അധികാരികൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതിന് മറുപടി പറയണം. അല്ലാതെ എന്നോട് പറഞ്ഞത് 2 ആഴ്ചത്തേക്ക്, എന്താ 2 ആഴ്ചയുടെ പ്രത്യേകത? ഈ 2 ആഴ്ചക്ക് പ്രത്യേകതയുണ്ട്. 20-ാം തീയതി അത്തം തുടങ്ങുക, 30-ാം തീയതി തിരുവോണമാ. ഈ 10 ദിവസം അല്ലെങ്കിൽ ഈ 15 ദിവസം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാരത്തിന്റെ 6 മാസം അവർ ഷോപ്പിലിരുന്ന് വ്യാപാരം ചെയ്യുന്നത് ഈ 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആക്കാൻ സാധിക്കും. ആ ഒരു കാര്യത്തിലാണ് വിലങ്ങിട്ടിരിക്കുന്നത്. ഒരു കോട്ടപ്പുറമെന്നുള്ള പ്രദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ 6 വർഷമായി ഉണങ്ങിക്കിടക്കുകയാ. ബസ്സുകൾ തിരിച്ചു വന്നു, അവർ ലഡുവിതരണം നടത്തി, അവരുടെ ഷോപ്പുകളിൽ തൊഴിലാളികളെ കൂട്ടി. അതൊന്നും അറിയാതെ, അതിനെ പറ്റിയൊന്നും ആലോചിക്കാതെ ആർക്ക് വേണ്ടിയാണ് അധികാരികൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് പറയിപ്പിക്കും വരെ വടകരയിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളെ, വടകരയുള്ള വ്യാപാരികളെ, ഞങ്ങൾ ഇതുമായി അനുകൂലിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തര സമരമുറകൾ ഉണ്ടാകും. സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
വ്യാപാരികൾക്ക് സമരം ചെയ്യേണ്ട ഒരു ഗതികേട് ഇപ്പൊ നമ്മളെ വടകര വന്നിരിക്കും. ഈ കേരളത്തിലെമ്പാടും രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നത് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ തന്നെയാണ്. ബസ് സ്റ്റാൻഡിൽ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വന്നു പോകാനുള്ള ഇടമാണ് ബസ് സ്റ്റാൻഡ്. പക്ഷെ വടകരയിൽ ഒരു തലതിരിഞ്ഞ പരിഷ്കാരം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരായി വലിയ നിലപാടെടുത്തവരാണ് വടകരയിലെ വ്യാപാരി സമൂഹം. ഈ വടകര ഹാർട്ടാണ് ഈ കോട്ടപ്പറമ്പ് പ്രദേശം. ഈ പഴയ നഗരത്തെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമായി ആ ബസ് സ്റ്റാൻഡിനെ നശിപ്പിക്കൽ മാറുമെന്ന് വലിയ ഉത്കണ്ഠയോടുകൂടി ചൂണ്ടിക്കാണിച്ചവരാണ് വടകരയിലെ വ്യാപാരികളും ബഹുജനങ്ങളും. കുറെ കാലം കഴിഞ്ഞപ്പോ വർഷങ്ങൾക്ക് ശേഷം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയൊക്കെ ചേർന്ന് വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായപ്പോ ലിങ്ക് റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിപ്പിക്കാൻ തീരുമാനം വരിക. ആ തീരുമാനമാണ് 2 ദിവസം മുമ്പ് ഏകപക്ഷീയമായി അട്ടിമറിക്കപ്പെട്ടത്. ഞങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആര് പറഞ്ഞിട്ടാണ്? നിങ്ങൾ നോക്കുക, യോഗത്തിൽ പങ്കെടുത്തിരുന്ന വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വടകരയെ മുനിസിപ്പൽ ചെയർമാനെ പോലുള്ള ഉത്തരവാദപ്പെട്ട ജനനേതാക്കൾ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആരും ആവശ്യപ്പെടാത്ത ഒരു തീരുമാനം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട വടകര MLA നാവിൽ നിന്ന് പുറത്തു വരുന്നത്? ഞങ്ങൾക്കറിയാം MLAക്ക് ഇത് അറിയുമെന്നറിയില്ല. MLA വടകരയിലെ ആരുടെയൊക്കെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പോയെന്ന ഉത്കണ്ഠ ഞങ്ങൾക്കുണ്ട്. കാരണം വടകരയിലെ ഭൂരിപക്ഷ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA. അത്തരം ജനനേതാക്കളെ, ജനപ്രതിനിധികളെ തെറ്റിദ്ധരിപ്പിച്ച് വടകരയിലെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമായി നിലപാട് എടുപ്പിച്ചതിനായിട്ടാണ് ഇന്ന് വ്യാപാരി വ്യവസായ സമിതിയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പ്രൊഡ്യൂസ് മാർക്കറ്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വ്യാപാരി സംഘടനകൾ ഈ മാർച്ച് നടത്തുന്നത്. ബസ് സർവീസുകൾ പഴയ സ്റ്റാൻഡിലേക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. സനിക ബാലഗോപാൽ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.